പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായി നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധനയ്ക്ക് യോഗ്യനായവനെ, എല്ലാ സ്തുതികൾക്കും അർഹനായവനെ, ദിവ്യകാരുണ്യമായി ഇനി ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, 3 മണി സമയം നീ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ അനന്തമായ കരുണയെ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ കരുണയിൽ അഭയം പ്രാപിക്കുവാനായിട്ട് ഞങ്ങളെ വിളിക്കുന്ന സമയമാണ്. തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ച സമയമാണിത്. കാൽവരിയിൽ മനുഷ്യവംശത്തിൻ്റെ മേൽ നീ ചൊരിഞ്ഞ അനന്തമായ കൃപയെ, കരുണയെ ധ്യാനിച്ചുകൊണ്ട് ഈശോയെ, ആ ഒരു വലിയ കരുണയിൽ അഭയം പ്രാപിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ എല്ലാം വെറുത്തുപേക്ഷിച്ച് എൻ്റെ വലിയ കരുണയിൽ ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങളെ നിത്യരക്ഷ ഉറപ്പാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കുന്നു. 2 മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയിൽ സ്നേഹമുള്ളവരെ, തിരുവചനത്തിലുടനീളം നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യം ഇത്രമാത്രം നല്ലവനായ ദൈവത്തെയാണ്, കരുണ ചൊരിയുന്ന, സ്നേഹം ചൊരിയുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുക. ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിലെ 19-ാം തിരുവചനം പറഞ്ഞു, ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. എല്ലാവരും ഈശോയുടെ അടുക്കലേക്ക് കടന്നു പോകണം, അവനെ ഒന്ന് തൊട്ടാൽ മതി. അത്രമാത്രം ഒരു വലിയ ആഴമായ ഒരു വിശ്വാസവുമായിട്ടാണ് ആളുകൾ ഈശോയുടെ അടുക്കലേക്ക് വന്നത്. കാരണം ഈശോയെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന എല്ലാ ദുരിതങ്ങളും ക്ലേശങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. ഒത്തിരിയേറെ വർഷങ്ങളായി വൈദ്യശാസ്ത്രമൊക്കെ പരാജയപ്പെട്ട ഒത്തിരിയേറെ ആളുകളെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ട്. കാരണം ഈശോ ഇത്രമാത്രം ആളുകളെ സുഖപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഈശോയ്ക്ക് ഫേമസ് ആകാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനാണെന്ന് തെളിയിക്കാനൊന്നുമല്ല, മറിച്ച് എല്ലാവരോടും ഇത്രമാത്രം കരുണ കാണിക്കുന്നത് കൊണ്ടാണ്. ഇത്രമാത്രം അനുകമ്പയോടെ ആളുകളുടെ സങ്കടങ്ങൾ കണ്ടപ്പോൾ അവൻ്റെ മനസ്സലിഞ്ഞു പോയത് കൊണ്ടാണ്. ഇങ്ങനെ മനസ്സലിഞ്ഞ ആ ഈശോ തൻ്റെ അടുക്കലേക്ക് വരുന്നവരോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ സുഖപ്പെടുത്താൻ എനിക്ക് മനസ്സുണ്ട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറയുന്ന വ്യക്തിയോട് ഈശോ പറയുകയാണ്, എനിക്ക് മനസ്സുണ്ടെന്നോ? മനസ്സുണ്ട്, നിന്നെ സുഖപ്പെടുത്തുവാനും നിന്നെ ചേർത്ത് പിടിക്കുവാനും നിന്നെ സുഖപ്പെടുത്തുവാനും നിന്റെ ജീവിതത്തിലേക്ക് ആത്മീയമായ ഒരു വലിയ സൗഖ്യം നൽകുന്നതിന് എനിക്ക് മനസ്സുണ്ട്. ആ ഒരു വലിയ സുവിശേഷം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരവസ്ഥയാണ്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ ആ സമയത്ത് ഒത്തിരിയേറെ ആളുകൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരുണ്ടായിരുന്നു, വെറുക്കപ്പെട്ടവരുണ്ടായിരുന്നു, അവഗണിക്കപ്പെട്ടവരുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ജീവിതത്തിൽ ഈശോയുടെ ആ ഒരു വലിയ പ്രബോധനങ്ങളും ഈശോയുടെ മനോഭാവങ്ങളും ഒക്കെ ഒരു വലിയ സ്വാതന്ത്ര്യമായിട്ടാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് പ്രതിപാദിക്കുന്ന ഒരു വചനഭാഗമാണ്.
ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. ലൂക്കായുടെ സുവിശേഷം മൊത്തത്തിൽ നമ്മൾ കാണുന്നത് അത് കരുണയുടെ സുവിശേഷമാണെങ്കിലും 15-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും എപ്രകാരമുള്ളതാണ് എന്നുള്ളതാണ്. 15-ാമത്തെ അധ്യായത്തിൽ തുടക്കം ഇപ്രകാരം: ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കുവാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അവൻ്റെ അടുക്കൽ വന്നിരുന്നു. ഒരു കൂട്ടം ആളുകൾ ഈശോയുടെ അടുക്കൽ വന്നു. അവനെ ഒന്ന് തൊട്ടാൽ മതി, അവനെ ഒന്ന് സ്പർശിച്ചാൽ മതി, എൻ്റെ ജീവിതത്തിൽ വലിയ സൗഖ്യം ലഭിക്കുമെന്നുള്ള ആഗ്രഹത്തോടെ അവർ ഈശോയുടെ അടുക്കലേക്ക് വരുന്നു. പാപികളും ചുങ്കക്കാരും അതുപോലെ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട ഒത്തിരിയേറെ ആളുകൾ ഈശോയുടെ അടുക്കലേക്ക് വരുന്നത് ഈശോയുടെ ആ ഒരു പ്രബോധനങ്ങളെ കേൾക്കാൻ വേണ്ടി, അവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസം കിട്ടുന്ന വചനവുമായിട്ടാണ്, സുവിശേഷവുമായിട്ടാണ് ഈശോ കടന്നു വരിക. അവിടെ കാണാതെ പോയ ആടിൻ്റെ ഉപമ പറയുന്നുണ്ട്. ആടിനെ തിരിച്ചു കിട്ടുമ്പോൾ, നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കിട്ടുമ്പോൾ സന്തോഷിക്കുന്ന ഇടയനെ പോലെ പാപികൾ അനുതപിച്ച് തിരിച്ചു വരുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നവനാണ് ദൈവം എന്നുള്ള കാര്യം ഈശോ പഠിപ്പിക്കാൻ. വീണ്ടും കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ, മൂന്നാമതായിട്ട് ഈശോ പറഞ്ഞു വെക്കുന്ന ഉപമയാണ് ധൂർത്തുപുത്രൻ്റെ ഉപമ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ മകൻ്റെ ഉപമ. പലപ്പോഴും ധൂർത്തപുത്രൻ എന്ന പേരിലൊക്കെ അവനെ മുദ്ര കുത്തുമ്പോൾ അതിനേക്കാളും ഉപരിയായി പിതാവിന് നഷ്ടപ്പെട്ടു പോയ മകനെ കുറിച്ചാണ് പറയുന്നത്. അത്രമാത്രം സ്നേഹത്തോടെ പിതാവ് വാത്സല്യത്തോടെ ആ മകന് വേണ്ടി കാത്തിരിക്കുകയാണ് അവൻ്റെ തിരിച്ചുവരവനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗത്തിലൂടെ ദൈവത്തിൻ്റെ കരുണ എപ്രകാരമുള്ളതാണ്, എപ്രകാരമുള്ള സ്നേഹമാണ് ദൈവം നമ്മളോട് ഓരോരുത്തരോടും കാണിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ദൈവത്തിൻ്റെ കരുണ എപ്രകാരമാണെങ്കിൽ ദൈവം നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. അതായത് നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ജീവിത സാക്ഷ്യങ്ങൾ കരുണയുടെ ജീവിത സാക്ഷ്യങ്ങളായിട്ട് മാറണം. നമ്മൾ വചനം കേൾക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ദൈവത്തോട് ചേർന്നിരുന്ന് നമ്മുടെ വിശുദ്ധിയായ ഒരു ജീവിതം നയിക്കുന്നതിനൊക്കെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഈശോയെ പോലെ ആകണം, എനിക്ക് എൻ്റെ ഈശോയെ പോലെ സംസാരിക്കാൻ സാധിക്കണം, ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പറ്റണം, ഈശോ ക്ഷമിച്ചതുപോലെ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കണം, ഈശോയുടെ മനോഭാവം എൻ്റെ ഉള്ളിലുണ്ടാകണം. അല്ലാതെ ചില ഭൗതിക കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ സ്വാർത്ഥപരമായ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഈ വചനത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു. ഒത്തിരിയേറെ ആളുകളുടെ ഏറ്റവും വലിയ ഒരു അപകടം എന്ന് പറയുന്നത് അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ജീവിത സാക്ഷ്യമാണ്. ജീവിത സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറ. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ സ്വാർത്ഥപരമായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി നമ്മുടെ ആത്മീയത ഒരു മറയായിട്ട് മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജീവിതത്തിലൂടെ, ഈശോയുടെ പ്രബോധനങ്ങളിലൂടെ, വചനത്തിലൂടെ നമ്മൾ കാണുന്നത് തൻ്റെ ജനത്തോട് ഇത്രമാത്രം അനുകമ്പ കാണിക്കുന്ന ദൈവം, ഇത്രമാത്രം സ്നേഹം കാണിക്കുന്ന ദൈവം, അവൻ്റെ തിരിച്ചുവരവിൽ സന്തോഷിക്കുന്നവൻ, പാപം ചെയ്ത് പാപത്തിൻ്റെ ആ ഒരു വലിയ പടുകുഴിയിലേക്ക് വീണുപോയാലും അവൻ തിരിച്ചു വരുമ്പോൾ അവനെ ഓർത്ത് സന്തോഷിക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്തീനായ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത പ്രധാനപ്പെട്ട കാര്യം, അതായത് എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല. എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല. എൻ്റെ പാപം എത്രമാത്രം വലുതാണെങ്കിലും അവൻ എൻ്റെ കരുണയിലേക്ക് ആശ്രയിക്കുമ്പോൾ ഞാൻ അവൻ്റെ പാപങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞവനെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും. ഈശോയെ, ഇത്രയും ഗാഠമായിട്ട് ഞങ്ങളെയൊക്കെ സ്നേഹിക്കാൻ, ഇത്രമാത്രം നിസ്സാരരായി ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയൊന്നുമില്ല, എങ്കിലും നിന്റെ അനന്തമായ സ്നേഹവും കരുണയുമാണ് ഞങ്ങളോടുള്ള ഈ ഒരു സ്നേഹത്തിൻ്റെ പിന്നിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ദിവ്യകാരുണ്യനാഥനോടൊപ്പം ഈ കൃപയുടെ സമയത്ത് നമ്മൾ വചനം ധ്യാനിക്കുന്ന സമയം നമ്മുടെയൊക്കെ ജീവിതങ്ങളും കരുണയുടെ ജീവിത സാക്ഷ്യങ്ങളായിട്ട് മാറുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. കാരണം ഇത്രയും വലിയ കരുണ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ചൊരിഞ്ഞ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നമ്മളും കരുണയുള്ളവരായിരിക്കണമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ഉദ്യമത്തിൽ,
ദൈവത്തിൻ്റെ വലിയ കൃപയും അഭിഷേകവും ഒക്കെ നമ്മുടെ ജീവിതങ്ങളിൽ നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്. നമ്മൾ കേട്ട കാര്യങ്ങളും പ്രാർത്ഥിച്ചതുമൊക്കെ ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്റെ കരുണ ചൊരിയണമേ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിത്യരക്ഷ ഉറപ്പാക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് ആ ഒരു പരിശ്രമത്തിൽ ഏറ്റവും സന്തോഷത്തോടെ ഈശോയെ നിന്നെ പോലെയാകാൻ, നിന്നെ പോലെ സ്നേഹിക്കാൻ, നിന്നെ പോലെ ക്ഷമിക്കാൻ, നിന്നെ പോലെ കരുണ കാണിക്കാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവത്തെ അറിയാതെ, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം വെക്കാതെ പാപത്തിൽ തുടരുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. അവരുടെ മാനസാന്തരത്തിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കരുണയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അവർ വലിയ ബോധ്യത്തോടെ കഠിന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നിത്യജീവൻ അവകാശമാക്കണം. ദൈവത്തിൻ്റെ വലിയ സ്വപ്നത്തോട് ചേർന്നിരിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. ജീവിത പങ്കാളിയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാം സമർപ്പിക്കാം. കടന്നു പോകുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രാർത്ഥിക്കാനായിട്ട് മടുപ്പ് തോന്നുന്ന അവസ്ഥകൾ, ദേവാലയത്തിൽ പോകാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനൊക്കെ സാധിക്കാത്ത അവസ്ഥകൾ, ആഗ്രഹമുണ്ടായിട്ട് നടക്കാതെ പോകുന്ന തടസ്സങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയെ, നിന്നോട് കൂടുതൽ അടുക്കുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും പ്രത്യേകം സമർപ്പിക്കുന്നു. എല്ലാ നിയോഗങ്ങളും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ അങ്ങേ സ്തുതിച്ചുകൊണ്ട്, കർത്താവെ നിന്റെ കരുണയ്ക്കായി, നിന്റെ ആശീർവാദത്തിനായി ഞങ്ങൾ മുട്ടുകുത്തുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.